ഹലോ എവ്രി വൺ. ഇന്ന് നവംബർ 27 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. യൂണിയൻ മിനിസ്റ്റർ ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ ലോഞ്ചസ് നയി ചേതന 3.0 നാഷണൽ ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് ജെൻഡർ ബേസ്ഡ് വയലൻസ് ഇൻ ന്യൂഡൽഹി. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആയ ശ്രീ ശിവരാജ് സിംഗ് ചൗഹാനാണ് 3rd എഡിഷൻ ഓഫ് നയി ചേതന പഹൽ ബദ്ലാവ് കി ഒരു ക്യാമ്പയിൻ, ജെൻഡർ ബേസ്ഡ് വയലൻസിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിരിക്കുക. അതിൻ്റെ 3ാമത്തെ എഡിഷനാണ്, അതാണ് 3.0 എന്ന് പറയുന്നത്. അത് ലോഞ്ച് ചെയ്തത് ശിവരാജ് സിംഗ് ചൗഹാനാണ്. അപ്പോൾ അത് നടന്നത് രംഗ് ഭവൻ ഓഡിറ്റോറിയം ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നെക്സ്റ്റ് പേജിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യ സൈൻസ് ദ ഫൈനൽ ആക്ട് ഓഫ് ദ റിയാദ് ഡിസൈൻ ലോ ട്രീറ്റി. അപ്പോൾ ഇന്ത്യ ഫൈനൽ ആക്ട് ഓഫ് റിയാദ് ഡിസൈൻ ലോ ട്രീറ്റി സൈൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ആഫ്റ്റർ നിയർലി 2 decades of negotiations, the member states of the World Intellectual Property Organization adopted the landmark Design Law Treaty. By signing the final act of the Riyadh Design Law Treaty, India builds on its progress and reaffirms its commitment to fostering inclusive growth and ensuring equitable access to intellectual property protection. The Design Law Treaty introduces several key provisions aimed at benefiting design applicants, including relaxed time limits, the reinstatement of lost rights, the option to correct or add priority claims, simplified procedures for recording assignments and licenses, and the option to file multiple design in a single application. അപ്പോൾ അതിൻ്റെ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഫൈനൽ ആക്ട് ഓഫ് റിയാദ് ഡിസൈൻ ലോ ട്രീറ്റി സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം, എന്നിട്ട് വായിച്ച് നോക്കാം. ഇതിൻ്റെ നെക്സ്റ്റ് പേജിലും കൂടി ഇല്ല, ഇതിൻ്റെ ഒറ്റ പേജിൽ ഇതിൻ്റെ ന്യൂസ് ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഹൈ ലെവൽ കമ്മിറ്റി അണ്ടർ അമിത് ഷാ അപ്രൂവ്സ് 1115.67 crore rupees ഫോർ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രൊജക്ട്സ്. അപ്പോൾ ഹൈ ലെവൽ കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം മിനിസ്റ്റർ മാത്രമല്ല മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷനുമായ അമിത് ഷാ ആണ് 1115.67 കോടി രൂപ അപ്രൂവ് ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രൊജക്ട്സിന് വേണ്ടിയിട്ടാണ്. വേരിയസ് സ്റ്റേറ്റ്സിൽ ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും തുക മാറ്റി വെച്ചിരിക്കുന്നത്, അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് യൂണിയൻ ഹോം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷനായ അമിത് ഷാ. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലും കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പേജിലും കൂടി 3ാമത്തെ പേജിലും കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്യാബിനറ്റ് അപ്രൂവ്സ് കണ്ടിന്യൂവേഷൻ ഓഫ് ദ അടൽ ഇന്നോവേഷൻ മിഷൻ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ക്യാബിനറ്റ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് കണ്ടിന്യൂവേഷൻ ഓഫ് ഇറ്റ്സ് ഫ്ലാഗ്ഷിപ്പ് ഇനീഷ്യേറ്റീവ് അടൽ ഇന്നോവേഷൻ മിഷൻ അണ്ടർ ദ ഏജസ് ഓഫ് നീതി ആയോഗിൻ്റെ അണ്ടറിലാണ് അത് വരുന്നത്. അത് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ക്യാബിനറ്റ്, നരേന്ദ്രമോദി ചെയർ ചെയ്ത ക്യാബിനറ്റ്. അപ്പോൾ അതിൻ്റെ വിത്ത് ആൻ എൻഹാൻസ്ഡ് സ്കോപ്പ് ഓഫ് വർക്ക് ആൻഡ് ആൻ അലോക്കേറ്റഡ് ബഡ്ജറ്റ് ഓഫ് 2750 കോടി രൂപ ഫോർ ദ പീരീഡ് ടിൽ March 31, 2028 വരെ. അപ്പോൾ March 31, 2028 വരെ ആയിരിക്കും അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്യാബിനറ്റ് അപ്രൂവ്സ് 1 nation 1 subscription. അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. നമുക്കൊന്ന് വായിക്കാം. The Union Cabinet chaired by Prime Minister Narendra Modi has approved 1 nation 1 subscription, a new central sector scheme for providing countrywide access to scholarly research articles and journal publication. The scheme will be administered through a simple, user-friendly and fully digital process. അപ്പോൾ 1 nation 1 സബ്സ്ക്രിപ്ഷൻ ഫെസിലിറ്റിയാണ് ഇപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് ചെയർമാൻ നരേന്ദ്രമോദി അപ്രൂവ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇത് കൺട്രി വൈഡ് ആക്സസ് ടു സ്കോളറി റിസർച്ച് ആർട്ടിക്കിൾസ് ആൻഡ് ജേർണൽ പബ്ലിക്കേഷൻ്റെ ആക്സസ് കിട്ടുന്ന കൺട്രി വൈഡ് ആക്സസ് ആയിരിക്കും ഇതിലൂടെ കിട്ടുന്നത്. ദ സ്കീം വിൽ ബി അഡ്മിനിസ്ട്രേറ്റഡ് ത്രൂ എ സിമ്പിൾ യൂസർ ഫ്രണ്ട്ലി ആൻഡ് ഫുള്ളി ഡിജിറ്റൽ പ്രോസസ് ആയിട്ടായിരിക്കും ഇത് ലോഞ്ച് ചെയ്യുന്നത്, അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ലോഞ്ച് ഓഫ് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാർമിംഗ്. അപ്പോൾ നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാർമിംഗ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ലീഡ് ചെയ്ത യൂണിയൻ ക്യാബിനറ്റാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ലോഞ്ചിങ് ഓഫ് ദ നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാർമിംഗ് ആസ് എ സ്റ്റാൻഡ് അലോൺ സെൻട്രലി സ്പോൺസേർഡ് സ്കീം അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ. ദ സ്കീം ഹാസ് എ ടോട്ടൽ ഔട്ട്ലേ ഓഫ് 2481 കോടി രൂപയാണ് അതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഷെയർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1584 കോടി രൂപയാണ്. സ്റ്റേറ്റിൻ്റെ ഷെയർ 897 കോടി രൂപയാണ്. ടിൽ ദ 15th ഫിനാൻസ് കമ്മീഷൻ 2025-26 വരേക്കാണ് ഈ ഒരു എമൗണ്ട് പറയുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നെക്സ്റ്റ് പേജിലും കൂടി ഇതിൻ്റെ സ്ക്രീൻഷോട്ട്, അതായത് കണ്ടിന്യൂഷൻ ഉണ്ട്. ന്യൂസ് കംപ്ലീറ്റ് ആവുന്നത് ഈ ഒരു പേജിലാണ്. അപ്പോൾ ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ക്യാബിനറ്റ് അപ്രൂവ്ഡ് 3 മൾട്ടി ട്രാക്കിംഗ് പ്രൊജക്ട്സ് അക്രോസ് ഇന്ത്യൻ റെയിൽവേസ് ടു പ്രൊവൈഡ് കണക്ടിവിറ്റി, ഫെസിലിറ്റേറ്റ് ഈസ് ഓഫ് ട്രാവലിംഗ്. അപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് ഓൺ എക്കണോമിക് അഫയേഴ്സ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിയാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് 3 മൾട്ടി ട്രാക്കിംഗ് പ്രൊജക്ട്സ് അക്രോസ് ഇന്ത്യൻ റെയിൽവേസിൽ ടു പ്രൊവൈഡ് കണക്ടിവിറ്റി, ഫെസിലിറ്റേറ്റ് ഈസ് ഓഫ് ട്രാവലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ദ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി today has approved 3 projects of Ministry of Railways with a total cost of 7,927 കോടി രൂപ. The projects are, ആ പ്രോജക്റ്റിൻ്റെ പേരുകളാണ് ജൽഗോൺ, അതായത് മന്മത് 4th ലൈനിലാണ് അത് ഉണ്ടായിരിക്കുക, 160 കിലോമീറ്ററാണ് അതിൻ്റെ ദൈർഘ്യം. പിന്നെ ഭൂസാവാൽ കാൺവ 3rd and 4th ലൈൻ 131 കിലോമീറ്ററാണ് അതിൻ്റെ ദൈർഘ്യം. പിന്നെ പ്രയാഗ്രാജ് ഇറാദാഗഞ്ച് മാണിക്പൂർ 3rd ലൈൻ 84 കിലോമീറ്ററാണ് അതിൻ്റെ ലെങ്ത്ത്. The proposed multi-tracking projects will ease operations and reduce congestion. അപ്പോൾ ഈ മൾട്ടി ട്രാക്കിംഗ് എന്താ പറയുക പ്രൊജക്ട്സ് കാരണം കൊണ്ട് കൺജഷൻ, അതായത് തിരക്ക്, ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ ട്രാക്കുകൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇൻഫർമേഷൻ പർപ്പസിന് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളിതിൻ്റെ നെക്സ്റ്റ് പേജിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട്, അതായത് ന്യൂസ് കണ്ടിന്യൂ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്യാബിനറ്റ് അപ്രൂവ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് 186 മെഗാവാട്ട് ടാറ്റോ 1 ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഇൻ ഷിയോമി ഡിസ്ട്രിക്ട് ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് അല്ല, അരുണാചൽ പ്രദേശ്. അപ്പോൾ ക്യാബിനറ്റ് ചെയർഡ് ബൈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്ര മോദി ഹാസ് അപ്രൂവ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 1,750 crore rupees for construction of a Tato 1 hydroelectric project in a Shiomi district of Arunachal Pradesh. The estimated completion period for the project is 50 months. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റഡ് കംപ്ലീഷൻ പീരീഡ് ഓഫ് ദ പ്രൊജക്റ്റ് 50 months ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്യാബിനറ്റ് അപ്രൂവ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് 240 മെഗാവാട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഇൻ എ ഷിയോമി ഡിസ്ട്രിക്ട് ഓഫ് അരുണാചൽ പ്രദേശ്. ജസ്റ്റ് എ സെക്കൻഡ്, ഇത് 186 മെഗാവാട്ട് 240 മെഗാവാട്ടിൻ്റെയാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിൽ മറ്റൊരു ഇതും കൂടി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. 240 മെഗാവാട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്
ഷിയോമി ഡിസ്ട്രിക്ട് ഓഫ് അരുണാചൽ പ്രദേശിൽ തന്നെയാണത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ചെയർമാൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി approved investment of 1,939 crore rupees for construction of hydroelectric project in Xiaomi district of Arunachal Pradesh. The estimated completion of the period is project is 50 months. 50 മാസമാണ് അതിൻ്റെ എസ്റ്റിമേറ്റഡ് കംപ്ലീഷൻ ഓഫ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ക്യാബിനറ്റ് അപ്രൂവ്സ് പാൻ 2.0 പ്രൊജക്റ്റ്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം. The Cabinet Committee on Economic Affairs chaired by Prime Minister Narendra Modi has given its approval for the PAN 2.0 project of the Income Tax Department. അപ്പോൾ അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് ആണ്. പാൻ കാർഡ് ഇൻകം ടാക്സ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ PAN 2.0 എന്ന് പറയുന്നതും ഇൻകം ടാക്സ് റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. So the financial implications for a PAN 2.0 project will be 1,435 crore rupees. And the PAN 2.0 project enables technology-driven transformation of our taxpayer registration services and has significant benefits. പിന്നെ ease of access and speedy service delivery with improved quality, single source of truth and data consistency, eco-friendly process and cost optimization, and security and optimization of infrastructure for greater agility. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NABL, അതായത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലാബോറട്ടറീസ് അണ്ടർ QCI എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ സയൻസ് MOU വിത്ത് CREDAI. അത് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ to enhance quality assurance for temporary site testing laboratories. അപ്പോൾ ടെമ്പററി സൈറ്റ് ടെസ്റ്റിംഗ് ലാബോറട്ടറീസിൻ്റെ ക്വാളിറ്റി അഷുറൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലാബോറട്ടറീസ് അതേപോലെ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയും കൂടിയിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ക്രെഡായി ആയിട്ട്. അതായത് കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആയിട്ട് എൻഹാൻസ് ചെയ്യാൻ, അതായത് ഈ സൈൻ ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി അഷുറൻസ് ഫോർ ടെമ്പററി സൈറ്റ് ടെസ്റ്റിംഗ് ലാബോറട്ടറീസ്, അതിൻ്റെയൊക്കെ ക്വാളിറ്റി അഷുറൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൻ്റെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Third India-Tanzania Joint Defence Cooperation Committee meeting held in Goa to further expand bilateral ties. അപ്പോൾ തേർഡ് ഇന്ത്യ-തൻസാനിയ ജോയിൻറ്റ് ഡിഫൻസ് കോപ്പറേഷൻ കമ്മിറ്റി മീറ്റിംഗ് ഇൻ ഗോവ ടു ഫർദർ എക്സ്പാൻഡ് ബൈലാറ്ററൽ ടൈസ് എക്സ്പാൻഡ് ചെയ്യാൻ എന്താ പറയുക, തേർഡ് ഇന്ത്യ-തൻസാനിയ ജോയിൻറ്റ് ഡിഫൻസ് കോപ്പറേഷൻ കമ്മിറ്റി മീറ്റിംഗ് നടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗോവയിൽ വെച്ചിട്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. DPIIT, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് സൈൻസ് MOU ഫോർ 2 years വിത്ത് വിൻസോ ടു സപ്പോർട്ട് ഓവർ 2000 ഇൻ്ററാക്റ്റീവ് എൻ്റർടൈൻമെൻറ്റ് സ്റ്റാർട്ടപ്സ്. അപ്പോൾ 2000-ലധികം ഇൻ്ററാക്റ്റീവ് എൻ്റർടൈൻമെൻറ്റ് സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് ഒരു MOU 2 വർഷത്തേക്ക് MOU സൈൻ ചെയ്തിരിക്കുകയാണ് വിൻസോ ആയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സംവിധാൻ ദിവസമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 26 നവംബറാണ്. ദ അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ November 26, 1949 മാർക്ക്ഡ് എ ഡിഫൈനിങ് മൊമെൻറ്റ് ഇൻ ദ നേഷൻസ് ഹിസ്റ്ററി, സിഗ്നലിംഗ് ദ ഡോൺ ഓഫ് സെൽഫ് ഗവർണൻസ് ആൻഡ് ഡെമോക്രസി. For nearly 3 years, some of the greatest minds in the nation gathered in the Constituent Assembly Hall in Delhi. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ സംവിധാൻ ദിവസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിനെ സ്മരിച്ചുകൊണ്ട് 1949 November 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്.
അപ്പോൾ ആ ഒരു ഡേ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംവിധാൻ ദിവസമായിട്ട് 2024 26 നവംബർ അങ്ങനെ ഒബ്സർവ് ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് സംവിധാൻ ദിവസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നും പറയും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ലിബർട്ടി ജനറൽ ഇൻഷുറൻസ് ജോയിൻ ഹാൻഡ്സ് വിത്ത് പ്രൊഫെക്ടേഴ്സ് ക്യാപിറ്റൽ ടു എംപവർ MSMEs. അപ്പം മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിബർട്ടി ജനറൽ ഇൻഷുറൻസ് കൊളാബറേറ്റ് ചെയ്തിരിക്കുകയാണ് പ്രൊഫെക്ടേഴ്സ് ക്യാപിറ്റലായിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡൽഹി ഗവൺമെൻറ് ലോഞ്ചസ് പെൻഷൻ സ്കീം. അപ്പോൾ ഡൽഹി ഗവൺമെൻറ് പെൻഷൻ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് 60 years ആൻഡ് എബവ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പെൻഷൻ സ്കീം ഡൽഹി ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. ദ ഡൽഹി ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് ഇറ്റ്സ് സീനിയർ സിറ്റിസൺ പെൻഷൻ സ്കീം ഓഫറിംഗ് മന്ത്ലി ഫൈനാൻഷ്യൽ എയ്ഡ് ടു റെസിഡൻസ് ഏജ്ഡ് 60 and above. On its first day, the scheme drew over 10,000 applications, marking significant demand for assistance program. The state opened 80,000 new registration slots for senior citizens under the scheme. Under the scheme, senior citizens aged 60 to 69 will receive 2,000 rupees per month, while those aged 70 and above will get 2,500 per month. Additional benefits are available for applicants from scheduled caste, scheduled tribes and minority affairs. അപ്പോൾ മൈനോറിറ്റി അഫയേഴ്സ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിലുള്ളവർക്ക് ഇതിൻ്റെ അഡീഷണൽ ബെനിഫിറ്റ്സും കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും, അതായത് 60 years കഴിഞ്ഞ എല്ലാവർക്കും 69 വയസ്സ് വരെ ആയിട്ടുള്ളവർക്കൊക്കെ 2,000 rupees per month ആണ് കൊടുക്കുക. 70 വയസ്സ് കഴിഞ്ഞവർക്ക് 2,500 നോർമലായിട്ട് എല്ലാവർക്കും കൊടുക്കും. പിന്നെ അഡീഷണൽ ബെനിഫിറ്റ്സ് കൊടുക്കുന്നത് അപ്ലിക്കൻസ് ഫ്രം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, മൈനോറിറ്റി അഫയേഴ്സ് എന്നൊക്കെ വരുന്നവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സും കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡൽഹി ഗവൺമെൻറ്റാണ് പുതിയതായിട്ട് ഈ പെൻഷൻ സ്കീം ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 26 നവംബർ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. Recognizing the important role of safe, affordable, accessible and sustainable transport systems for all in supporting sustainable economic growth, improving the social welfare of people and enhancing international cooperation and trade among countries, the General Assembly decided to declare 26 November as a World Sustainable Transport Day. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.